തിരുവനന്തപുരത്ത് കരിമഠം ഉന്നതിയിൽ വീടുകളുടെ മുന്നിൽ അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്നു. ഡ്രെയിനേജ് പൊട്ടി 1 മാസമായിട്ടും അധികൃതർ ഇടപെടുന്നില്ല. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് താമസക്കാർക്ക്. മേയർക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു ഇടപെടലുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് സംഭവിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നോ സംവിധാനം പെരുമാറുക? ഇത് സംഭവിച്ചത് കന്റോൺമെന്റിന്റെയോ ക്ലിഫ് ഹൗസിന്റെയോ മുന്നിലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും മന്ത്രിമന്ദിരത്തിന് മുൻപിലായിരുന്നെങ്കിൽ ഇങ്ങനെയാവോ സംവിധാനം ഉണരുക? മന്ത്രിമാർക്ക് ഈ സാധാരണക്കാരായ മനുഷ്യർക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഇവിടുത്തെ മന്ത്രിമാർക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ളത്? സ്ഥലത്ത് നിന്ന് സുനിഷ എല്ലൂര് ചേരുന്നു. സുനിഷ, വല്ലാത്ത കഷ്ടമാണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതം. പല ഘട്ടങ്ങളിൽ നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലെയുള്ളൊരു അനുഭവം ഇവിടുത്തെ മന്ത്രിമന്ദിരങ്ങളുടെ മുന്നിലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമായിരുന്നോ? രായ്ക്ക് രാമാനം വന്ന് ഇത് മുഴുവൻ വൃത്തിയാക്കി പോകുമായിരുന്നില്ലേ? എന്താണ് അവിടെ സംഭവിക്കുന്നത് സുനിഷ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇതാ ഞാൻ ഉള്ളത് ഈ തിരുവനന്തപുരം നഗരമധ്യത്തിൽ തന്നെയുള്ള കരിമഠം ഉന്നതിയിലാണ്. അരുൺ പറഞ്ഞതുപോലെയാണ്, കാലങ്ങളായി ഇതേ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. പലവട്ടം പരാതി കൊടുത്തു, പക്ഷെ അതിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാകും, ഇതാ വീട്ടിന് മുന്നിലുള്ള വെള്ളമാണ്, ഈ വെള്ളക്കെട്ടാണ്, ഇതാ അഴുക്ക് വെള്ളമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതാണ് ഇവർ അനുഭവിക്കുന്നത്. ഡ്രൈനേജ് പൊട്ടി വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ് അരുൺ. ബാക്കി എല്ലായിടത്തും ഇതൊരു കഴിഞ്ഞ 6 വർഷം മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടി നൽകിയ 12ഓളം ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ്. അതിൽ തന്നെ 12 ഫ്ളാറ്റ് സമുച്ചയത്തിൽ, ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ തന്നെ 20ഓളം വീടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ നിരവധി ആളുകൾ താമസിക്കുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാ ഒരുപാട് അമ്മമാരെയൊക്കെ ഇവിടെ കാണാം. നേരത്തെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ അമ്മ സംസാരിക്കുകയായിരുന്നു, ഇപ്പോ വയ്യാതായിരിക്കുകയാണ്. അങ്ങനെയാണ്. 2 കാലും ചൊറിഞ്ഞു തെറിഞ്ഞ് എനിക്ക് 2 കാലും ഇല്ല, എല്ലാം അടന്ന് തെറിഞ്ഞു. ഇനി എന്നെ കുഷ്ഠ ആശുപത്രി കൊണ്ടാക്കായിരുന്ന കൊള്ളാം. കുറെ കാലമായി നമ്മൾ ഈ ബുദ്ധിമുട്ട് നേരിടുന്നു. ബുദ്ധിമുട്ട് ഇങ്ങനെ പൊട്ടി പായുമ്പോ ഇതേപോലെ കിടന്ന ആളുകൾ കഷ്ടപ്പെടുന്നത്. അപ്പൊ ആരട്ടെങ്കിലും പറഞ്ഞ ഒരു വിലയില്ല. ഒരു സ്കൂട്ടറെ പോയി ഈ വെള്ളം അത്ര ഞങ്ങളെ വീട്ടിനകത്ത് താഴേല് മുഴുവൻ വെള്ളവും കയറും. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായി ഞങ്ങൾക്ക്. പലവട്ടം പരാതി നൽകിയതാണ്. നേരത്തെ കോർപ്പറേഷനിൽ പരാതി നൽകി, തീരുമാനമായില്ല. ഇതാ പിന്നീടും ചേട്ടൻ പറയുന്നത്, എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും കഴിഞ്ഞ ദിവസം പരാതി നൽകാൻ പോയല്ലേ? അതെ, ഞാൻ ഇന്നലെ മേയറെ കണ്ടിട്ടുണ്ടായിരുന്നു. മേയറെ കാണുമ്പോഴത്തേക്കും മേയർ പറയുന്നത് ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് മേയറെ അഭിപ്രായം. അതായത് ഞങ്ങൾ കൌൺസിലറെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേയറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 2 മാസം കൊണ്ട് ഈ താഴെയുള്ള ആൾക്കാർ, മേളിലുള്ള ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആ 2 മാസം കൊണ്ട് അനുഭവിക്കും. അതായത് പൊടി കുഞ്ഞുങ്ങളാണ് ഈ പുറത്തുള്ളത് കൂടുതലായിട്ടും. ഇവരെ പോലെയുള്ള തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല, പരാതി കൊടുത്തപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്നടക്കം പറഞ്ഞു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമ്മളിപ്പോ ചേട്ടാ, ഇവിടുത്തെ കൌൺസിലർ ആരായിരുന്നു? കൌൺസിലർ ബിജെപിയുടെ SKP രമേശാണ്. നമ്മൾ കൌൺസിലർക്ക് പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തിട്ട് ഒരു തീരുമാനമാവാത്തതിന്റെ പുറത്താണ് ഇന്നലെ ഈ കോളനിവാസികളെല്ലാം കൂടി വൈകുന്നേരം 3 മണിയോടുകൂടി മേയറിനെ കാണാൻ വേണ്ടി പോയി. നമ്മളവിടെ കാത്തിരുന്നു, മേയറിനെ കണ്ടു. മേയർ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞത്, ഇനി കോളനിവാസികൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് ചെയ്യാൻ സൌകര്യമില്ല. ഈ ഡ്രെയിനേജിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇത് മറ്റേ മുൻ ഭരണസമിതി ചെയ്തു വെച്ച പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയില്ല, ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് വളരെ പുച്ഛമായ രീതിയിൽ കോളനിവാസികൾ അടിച്ചിറക്കുകയാണ് ചെയ്തത്. വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. അല്ല, ഈ SKP രമേശ് ഇത് കണ്ടിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. നമ്മളിപ്പോ വിളിച്ചപ്പോ ഞാനിത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. ചേട്ടാ, നമ്മളിപ്പോ SKP രമേശുമായിട്ട് സംസാരിച്ചപ്പോ, നമ്മുടെ ഡെസ്കിൽ നിന്ന് സംസാരിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ വിഷയം അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസം